ഹലോ കൂട്ടുകാരെ, അമേസിംഗ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു അടിപൊളി വാൾ ഡെക്കറാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമിൽ ഒരു കേക്ക് ബോർഡ് ഒപ്പിക്കാൻ ആർക്കും വലിയ പ്രയാസമൊന്നും വരില്ല അല്ലേ. അപ്പോൾ ഒരു കേക്ക് ബോർഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ. അതാണ് കിട്ടിയത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസുകൾ ഇതേപോലെ നീളം കൂട്ടിയും കുറച്ചൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളൊരു ചുമരിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മളിതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു ഇഷ്ടിക വെക്കുന്ന ഒരു രൂപത്തിൽ നമുക്ക് എല്ലാ കാർഡ്ബോർഡിൻ്റെ പീസുകളും ഇങ്ങനെ അടക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ വീടും റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒത്തിരി പൈസ മുടക്കിയിട്ടാണ് പുറത്തുനിന്നൊക്കെ വാൾ ഡെക്കേഴ്സ് വാങ്ങിക്കാറ്. അപ്പോൾ ഇതേപോലുള്ള ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലുള്ള വാൾ ഡെക്കേഴ്സൊക്കെ. അപ്പോൾ ഞാനിത് ഓരോ സെറ്റായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒട്ടിച്ചതിന് ശേഷം ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഫെവിക്കോൾ ആയതുകൊണ്ട് നമ്മൾ ഇനി ഇതിൻ്റെ പുറത്ത് വേറെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ അത് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പശു ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന വരെ ഞാൻ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിന് ശേഷം ഞാൻ അതിൻ്റെ ചുറ്റുള്ള എക്സസ് ആയി വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഞാൻ കാർഡ്ബോർഡിൻ്റെ ആ പീസിൽ തന്നെ കുറച്ച് അക്ഷരങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഈ ഒരു ലെയർ ഒട്ടിപ്പിടിച്ചതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ പുറത്ത് ഇത് ഒട്ടിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒന്നാകെ അത് പറഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഫെവിക്കോൾ ആണല്ലോ. കുറച്ച് നേരം അങ്ങനെ വെച്ചാൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? സ്വീറ്റ് ഹോം എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കിടുമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടാൽക്കം പൗഡർ കുറച്ച് ഡസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എയർ ഡ്രൈ ക്ലേ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആദ്യം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്രിക വെച്ചിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫ്ലവറിൻ്റെ മോഡലിൽ ആക്കി കൊടുക്കാം. അപ്പോൾ ഈ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഐ കാർഡ്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കാണേണ്ടവർക്ക് അത് കാണാം. അപ്പോൾ ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ 2-3 ഫ്ലവർ മുകളിലും താഴേക്ക് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹോം മെയ്ഡായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് പുറത്തുനിന്ന് പെയിൻറ്റും ഫെവിക്കോൾ മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ചീപ്പാണ്, പക്ഷേ വളരെ എലഗൻറ്റ് ലുക്കായിട്ട് തന്നെ നമുക്കിത് ചെയ്തു വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ അടിവശത്ത് ഇതേപോലെ ഫ്ലവേഴ്സ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹോം മെയ്ഡ് ക്ലേ ആയാലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്ലേയുടെ അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാൽക്കം പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്താൽ നമുക്ക് അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ മോഡലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് പല രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫ്ലവറിന് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് ചെറിയൊരു ഡിസൈനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് ഒന്നും കൂടി അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പേന വെച്ചിട്ട് ഇതേപോലെ ചെയ്യാം, സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡോട്ട് ഇട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് എക്സ്ട്രാ ലീഫ് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ക്ലേ വെച്ചിട്ട്. അപ്പോൾ ഞാനിത് അന്നുണ്ടാക്കിയ ക്ലേ എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ക്ലേ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ആദ്യം ഫ്ലവറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്ലവറും പിന്നെ എഴുതിയിട്ടുള്ള ലെറ്ററും, അതിനുശേഷം നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കളർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ബ്ലാക്കാണ് ആദ്യം അടിച്ചു കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള കളർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു വിൻറ്റേജ് വാൾ ഡെക്കർ തീമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. എനിക്ക് പേഴ്സണലി ഇതുവരെ ചെയ്ത ക്രാഫ്റ്റ് വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ചെയ്തു വന്നപ്പോൾ ഇത്രയും ലുക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ പറയണം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനൊരു 3 മണിക്കൂർ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പോഞ്ചിൽ ഗോൾഡ് മെറ്റാലിക് അക്രിലിക് പെയിൻ്റ് ആക്കിയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലവേഴ്സിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലെറ്ററിൻ്റെ മേലെയും പിന്നെ ബാക്ക്ഗ്രൗണ്ടിലും കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഫ്ലവേഴ്സിന്, പിന്നെ ലെറ്ററിന്, അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ. കാരണം നമുക്ക് ഫ്ലവറും നമ്മുടെ ലെറ്ററും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം, ബാക്ക്ഗ്രൗണ്ട് അതിനേക്കാളും ഒന്ന് ഡിമ്മായിട്ട് നിൽക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വാൾ ഡെക്കറിൻ്റെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ആദ്യം ഒരുപാട് കളർ കോമ്പിനേഷൻസ് ആലോചിച്ചു. പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചു ഒരു വിൻറ്റേജ് ലുക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് ഞാനിങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത് കേട്ടോ. പക്ഷേ ചെയ്തു വന്നപ്പോൾ നല്ല റോയൽ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ മേലത്തെ ഫ്ലവറും പിന്നെ ലെറ്ററും ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തെ ഫ്ലവറും അതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ഒന്ന് ഗോൾഡ് മെറ്റാലിക് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി കേക്ക് ബോർഡ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതേപോലെ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസായാലും മതി. കേക്ക് ബോർഡ് ആകുമ്പോൾ നമുക്ക് നല്ല സ്റ്റഡിയിൽ അങ്ങനെ കിട്ടും. കാർഡ്ബോർഡ് ആകുമ്പോൾ അത് മടങ്ങി പോകാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലുള്ള കേക്ക് ബോർഡ്സിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നല്ലൊരു വാൾ ഡെക്കറായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിലൊരു ത്രെഡ് കൊടുത്തിട്ടുണ്ട്. അത് ടാപ്പ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി വിൻറ്റേജ് വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.